കേരളത്തിലെ ജില്ലകളിൽ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത്. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം. കേരളത്തിലെ ജില്ലകളിൽ ഹിന്ദുക്കൾ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്ന വലിയ മല തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം എന്ന സ്ഥലത്താണ് സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ NCC നേവൽ ട്രെയിനിങ് സെന്റർ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആക്കുളത്താണ്. കേരളത്തിലെ ആദ്യ സിദ്ധ മെഡിക്കൽ കോളേജാണ് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ്. PT ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്താണ്. എന്നാൽ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ എന്ന സ്ഥലത്താണ്. കേരളത്തിലെ ചെഷയർ ഹോം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. മടവൂർ പാറ പ്രാചീന ഗുഹാക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ് വേളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജീൻ ബാങ്കിന് ഉദാഹരണമായ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്താണ്. ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലമാണ് തുമ്പ. തിരുവനന്തപുരം നഗരത്തിലെ ചുമർചിത്ര രീതിയാണ് ആർട്ടീരിയ. കേരളത്തിൽ ആദ്യമായി മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് തിരുവല്ലം എന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യകൂടം. ജില്ലയിലെ പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് പൊന്മുടി. ജില്ലയിൽ നാട്ടാന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വെള്ളനാട് എന്ന സ്ഥലത്ത് മിത്രനികേതൻ സ്ഥാപിച്ചത് K. വിശ്വനാഥൻ ആണ്. വർക്കല എന്ന സ്ഥലത്തെ ബലിതർപ്പണത്തിന് പ്രസിദ്ധമായ കടപ്പുറമാണ് പാപനാശം ബീച്ച്. ഹൗവ ബീച്ച് തിരുവനന്തപുരം ജില്ലയിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് ചെമ്പഴന്തി. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC തിരുവനന്തപുരത്തെ തുമ്പയിലാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ് തിരുവനന്തപുരത്താണ്. കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ജില്ലയിൽ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. കേരളത്തിൽ ചരക്ക് സേവന നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത് തിരുവനന്തപുരത്താണ്. സാനന്തൂരാപുരം എന്ന് സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവർക്കായുള്ള യുദ്ധസ്മാരകം നിർമ്മിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ്. ശിവഗിരിയുടെ പഴയ പേരാണ് കുന്നുംപുറം. ശ്രീനാരായണ ഗുരുവാണ് ശിവഗിരി എന്ന പേര് നൽകിയത്. കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി സ്ഥാപിച്ചത് വട്ടിയൂർക്കാവിലാണ്. കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ സ്ഥലം തിരുവനന്തപുരമാണ്. പ്രേം നസീർ സാംസ്കാരിക സമുച്ചയം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ചിറയിൻകീഴിലാണ്. കേരളത്തിൽ ആദ്യമായി പാരാസെയിലിംഗ് ആരംഭിച്ച ബീച്ചാണ് കോവളം ഹൗവ ബീച്ച്. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് നിയമപഠന സൗകര്യം ആരംഭിച്ചത് 1874 കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ജിയോ പാർക്കാണ് വർക്കല ക്ലിഫ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് വർക്കല ക്ലിഫ്. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോയാണ് മെറിലാൻഡ് നേമം. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകരയാണ്.
കേരളത്തിലെ ആദ്യത്തെ ഗണിത പാർക്ക് സ്ഥാപിച്ചത് നേമം എന്ന സ്ഥലത്താണ്. അയ്യങ്കാളിയുടെ പേരിൽ കൾച്ചറൽ കോംപ്ലക്സ് നിർമ്മിക്കാൻ സാംസ്കാരിക വകുപ്പ് ഉദ്ദേശിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ അനിമേഷൻ പാർക്കാണ് തിരുവനന്തപുരത്തെ കിൻഫ്ര അനിമേഷൻ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ് തിയേറ്റർ സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. 1940 നഗരത്തിന് ഈ പദവി ലഭിച്ചത്. അപ്പോൾ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂർ ഭരണം നടത്തിയിരുന്നത്. കേരള സർക്കാർ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തോന്നക്കൽ എന്ന സ്ഥലത്താണ്. കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് കഴക്കൂട്ടം. ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ശ്രീകൃഷ്ണൻ നായരുടെ സ്വദേശം നെയ്യാറ്റിൻകരയാണ്. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ്. ദക്ഷിണ നളന്ദ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രമായ കാന്തള്ളൂർ ശാല സ്ഥിതി ചെയ്തിരുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ഡോക്ടർ CO കരുണാകരൻ ആണ്. കേരളത്തിൽ ആദ്യമായി ടെലിഫോൺ സ്ഥാപിച്ചത് തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിലാണ് 1931. കേരളത്തിൽ ആദ്യമായി സിസേറിയൻ ശസ്ത്രക്രിയയിലൂടെ ജനിച്ച ആളിന്റെ പേരാണ് ശബരിമുത്തു. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ മന്ദിരമാണ് ശാന്തിഗിരിയിലെ ലോട്ടസ് ടെമ്പിൾ. ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യകാ ശില്പം ശംഖുമുഖത്തെ സാഗര കന്യകയാണ്. ഇത് രൂപകൽപ്പന ചെയ്തത് കാനായി കുഞ്ഞിരാമനാണ്. കേരളത്തിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽ കോവളം അശോക് ബീച്ച് റിസോർട്ട് ആണ്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം സ്ഥാപിച്ചത് കരമനയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിലാണ്. ഈ വീഥിയുടെ ഇരുവശത്തുമായി സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമകൾ വയലാറിന്റെയും ദേവരാജന്റെയുമാണ്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് കരിക്കകത്താണ്. തെക്കൻ കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ്. കേരളത്തിലെ ഭഗത് സിംഗ് എന്നറിയപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദറാണ്. 1917 മുതൽ 1943 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. ISROയുടെ ചെയർമാനായിരുന്ന G മാധവൻ നായരുടെ സ്വദേശം നെയ്യാറ്റിൻകരയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയ ആളാണ് തൈക്കാട് വിഷ്ണുത്രാതൻ നമ്പൂതിരി. ആൻഡമാൻ നിക്കോബാറിൽ ഗവർണറായ മലയാളിയാണ് വക്കം പുരുഷോത്തമൻ. കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി IAS ഓഫീസറാണ് S കൃഷ്ണകുമാർ. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ പ്രധാന ശാഖ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കരകൗശല ഗ്രാമം സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളാർ എന്ന സ്ഥലത്താണ്. തിരുവനന്തപുരത്തിന് മുനിസിപ്പാലിറ്റി പദവി ലഭിക്കുന്ന സമയത്തെ രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരുന്നു. ചിത്തിര തിരുനാൾ രാജാവിന്റെ കാലത്താണ് തിരുവനന്തപുരത്തിന് കോർപ്പറേഷൻ പദവി ലഭിച്ചത്. EMS അക്കാദമി വിളപ്പിൽശാല എന്ന സ്ഥലത്താണ്. കേരളത്തിൽ ജന്തു വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമായ വെറ്റിനറി ബയോളജിക്കൽസിന്റെ ആസ്ഥാനം പാലോടാണ്. തിരുവനന്തപുരം ജില്ലയിൽ നവോദയ വിദ്യാലയം സ്ഥാപിച്ചിരിക്കുന്നത് ചെറ്റച്ചൽ എന്ന സ്ഥലത്താണ്. തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിരിക്കുന്ന പ്ലാനറ്റേറിയമാണ് പ്രിയദർശിനി പ്ലാനറ്റേറിയം. തിരുവനന്തപുരത്ത് പോലീസ് വകുപ്പിന്റെ അധീനതയിലുള്ള സ്റ്റേഡിയമാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അഥവാ ഗിഫ്റ്റ് അതിന്റെ ആസ്ഥാനം ശ്രീകാര്യത്താണ്. സംസ്ഥാന IT മിഷന്റെ ആസ്ഥാനം വെള്ളയമ്പലത്താണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അഥവാ നിഷ് ആക്കുളത്ത് സ്ഥിതി ചെയ്യുന്നു. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ആസ്ഥാനം ആക്കുളമാണ്. ഗുരു ഗോപിനാഥ് നടനഗ്രാമം വട്ടിയൂർക്കാവിലാണ്. പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിന്റെ സ്ഥാപകൻ കരുണാകര ഗുരുവാണ്. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട അമ്മച്ചിപ്ലാവിന്റെ അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് നെയ്യാറ്റിൻകര
ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്